നോക്കട്ടെ ചോട്ട് നമ്മൾ നല്ല ടൈംസിലെല്ലാം കയറി നിൽക്കാനുള്ള സ്പേസ് ഉണ്ട്. കുറച്ച് അങ്ങോട്ട് കടന്നു നിന്ന് കേട്ടോ ഇലവീഴ പൂഞ്ചിറ. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു വിസ്മയ ലോകത്തിലേക്കാണ്. കേരളത്തിലെ കോട്ടയം, ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിലായി സ്ഥിതി ചെയ്യുന്ന ട്രക്കേഴ്സിന്റെ സ്വർഗം അല്ലെങ്കിൽ മൂടൽമഞ്ഞിന്റെ നാട് എന്നൊക്കെ അറിയപ്പെടുന്ന ഇലവീഴ പൂഞ്ചിറയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. കോട്ടയം, തൊടുപുഴ, ഇടുക്കി എന്നീ സ്ഥലങ്ങളിൽ നിന്നും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഒരു ഹൈലൈറ്റ് സ്പോട്ടാണിത്. ഹെയർപിൻ വളവുകളും കുന്നുകളും പച്ചപ്പ് മൂടിയ കാടുകളും ഒക്കെ കടന്ന് നമ്മളിവിടെ എത്തിയാൽ പ്രകൃതി അണിയിച്ചൊരുക്കിയ ഒരു പെയിന്റിംഗ് എന്ന പോലെ തോന്നുന്ന ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. സൗബിൻ നായകനായി അഭിനയിച്ച മലയാള സിനിമയായ ഇലവീഴ പൂഞ്ചിറയുടെ ഫിലിം ഷൂട്ടിംഗ് ലൊക്കേഷനും മുനിയറ ഗുഹയും ഇലവീഴ പൂഞ്ചിറയുടെ മറ്റ് കാഴ്ചകളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെയൊക്കെ ഇപ്പം നല്ല റോഡും സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കാറിലും ബൈക്കിലൊക്കെ ഇവിടെ വരാവുന്നതേ ഉള്ളൂ. അവിടെ നിന്നും ഓരോ സ്പോട്ടിലേക്കും കുറച്ച് അധികം നടക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നടന്ന് കയറുന്നവർക്ക് നടന്ന് തന്നെ പോകാവുന്നതും, അല്ലെങ്കിൽ ഇവിടെ ജീപ്പ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിവർ ഈടാക്കുന്നത് ഒരു പാക്കേജ് എന്ന രീതിയിലാണ്. അതിന് 1000 രൂപയാണ് ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ അവർ ഈടാക്കുന്നത്. അല്ല നിങ്ങൾക്ക് ഓരോരോ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി മാത്രം മതിയെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതേ ഉള്ളൂ. പാക്കേജ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ മുനിയറ ഗുഹ, നമ്മുടെ സൗബിൻ നായകനായിട്ട് അഭിനയിച്ച ഇലവീഴ പൂഞ്ചിറയുടെ ലൊക്കേഷനായ വയർലെസ് പോലീസ് സ്റ്റേഷൻ, ഇലവീഴ പൂഞ്ചിറ തടാകം, അതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒരു പാക്കേജ്. അല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ സ്ഥലങ്ങൾ മാത്രം കണ്ടാൽ മതിയെങ്കിൽ അതിൻ്റെതായ ചാർജ് കൊടുത്താൽ മതിയാകും. നമ്മുടെ കൂടെ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാക്കേജ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതേതാ ഡാം ഏതാ ചേട്ടാ? ആ ഡാം ഏതാ? മലങ്കര ഡാം ചേട്ടാ, മലങ്കര. തൊടുപുഴ മുട്ടം ടൗണ്, തൊടുപുഴ ടൗണ്. ഉള്ളിൽ ഇറങ്ങാൻ പറ്റുമോ? ഇതിനകത്ത് ഇറങ്ങുന്നത് നമുക്ക് എല്ലാവർക്കും ഇതിനകത്ത് ഒന്നിച്ച് കയറിയുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ കയറുമ്പോൾ മാത്രമൊന്ന് ഇന്നലെ കൊണ്ടിട്ട് കയറുന്നത്. ഇതിലേക്ക് വെള്ളമുണ്ട്. വെള്ളം ഒഴുകുന്നുണ്ടോ? വെള്ളം അതിൻ്റെ അകത്ത് ചെറുതായിട്ട് വെള്ളമുണ്ട്. താൻ്റെ മുട്ടിനൊപ്പം കയറ്റി വെക്കണം കേട്ടോ. എന്നാ ഇറങ്ങുന്നില്ലെങ്കിൽ ഇറങ്ങണ്ട, കുട്ടൊന്നും ഇറങ്ങുന്നില്ല. നമ്മൾ നല്ല ടൈംസിലെല്ലാം കയറി നിൽക്കാനുള്ള സ്പേസ് ഉണ്ട്. അവരോട് പോരാൻ പറ, പേടിക്കാനൊന്നുമില്ല. ഇവിടെ ഇറങ്ങിക്കാലോ. അവിടെ അപ്പോൾ ഇതാണ് മുനിയറ ഗുഹ. ഗുഹ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയൊരു ഗുഹയൊന്നുമല്ല, ഒരു ഇടുങ്ങിയൊരു കവാടവും അതിൻ്റെ ഉള്ളിൽ കയറിയാൽ അത്യാവശ്യം ഒരു 10-40 പേർക്ക് നിൽക്കാൻ പറ്റുന്നൊരു സ്ഥലവും അത്രയേ ഉള്ളൂ. പക്ഷേ സർവ്വസമയവും നല്ല തണുത്ത വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗുഹയാണിത്. കടുത്ത വേനലിൽ പോലും ഈ വെള്ളം വറ്റാറില്ല എന്നാണ് നമ്മുടെ ജീപ്പ് ഡ്രൈവറായ രാകേഷ് ഏട്ടൻ പറയുന്നത്.
ചളിയൊന്നുമില്ല, നല്ല വെള്ളം, നല്ല വെള്ളം, ഫ്രഷ് വെള്ളം കുടിക്കാം. ഇല്ല, അതൊണ്ടൊന്നുമില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഈ പ്രദേശത്തിന് തന്നെ ഈ പേര് ലഭിക്കാൻ കാരണമായ ഇലവീഴ പൂഞ്ചിറ. പേര് അന്വർത്ഥമാക്കുന്നത് പോലെ തന്നെ ഈ ചിറയിൽ ഇലകളൊന്നും വീഴാറില്ല. അപ്പോൾ ഇനി നമ്മൾ പോകുന്നതാണ് മലയാള സിനിമയായ ഇലവീഴ പൂഞ്ചിറ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലേക്ക്. ഇവിടെ സിനിമയ്ക്ക് സെറ്റിട്ടത് മാത്രമല്ല കേട്ടോ, ഇവിടെ യഥാർത്ഥത്തിൽ കേരള പോലീസിന്റെ വയർലെസ് പോലീസ് സ്റ്റേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. പോലീസിന്റെ സ്ഥലമായതുകൊണ്ടാണോ എന്നറിയില്ല, അങ്ങ് മുകളിൽ വരെ ജീപ്പൊന്നും കടത്തിവിടില്ല. കുറച്ച് നമുക്ക് നടക്കേണ്ടതുണ്ട് ഇനി അങ്ങോട്ട്. കോട്ടയത്തിന്റെ മലനിരകളിൽ മറഞ്ഞുകിടക്കുന്ന ഒരു സ്വർഗ്ഗഭൂമി തന്നെയാണ് ഇലവീഴ പൂഞ്ചിറ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഇവിടെ വരിക തന്നെ വേണം. കുട്ടികളോടൊപ്പവും സ്ത്രീകളോടൊപ്പവും വളരെ സുരക്ഷിതമായിട്ടൊക്കെ ഇവിടെ വന്ന് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ കുറിക്കണം. ഓക്കെ, ബായ്.